നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസ് എടുത്തുകൂടെ എന്ന ചോദ്യം കോടതി ഇന്നലെയാണ് ചോദിച്ചത് സർക്കാരിനോട്. കാരണം ഇതിൽ ഏകപക്ഷീയമായി കേസെടുക്കാൻ സാധിക്കില്ല, ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രം കേസെടുക്കാം എന്ന് തുടർച്ചയായി സർക്കാർ ഈ വിഷയത്തിൽ മന്ത്രിയടക്കം മന്ത്രി സജി ചെറിയാനും മുൻ നിയമമന്ത്രി AK ബാലനുമൊക്കെ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചോദ്യം സർക്കാരോട് ചോദിച്ചത്. ഒപ്പം ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതി സർക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പുറത്തുവരുന്ന ചില വാർത്തകൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെട്ടിത്തിരുത്തലുണ്ടായി, അല്ലെങ്കിൽ കൂടുതൽ പേജുകൾ പുറത്തുവിടാതെ സർക്കാർ മറച്ചുവെച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തുവരുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇവിടെയാണ് ഗൗരവതരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് നിയമവൃത്തങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തത്. കാരണം ഇത്തരം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾക്ക് സ്വമേധയാ കേസെടുക്കാം എന്നുള്ള സാധ്യതകൾ കൂടി പലപ്പോഴും ഇന്നലെ ഇപ്പോൾ നിയമമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഏതാണ്ട് പോസിറ്റീവായ ഒരു സമീപനം സ്വീകരിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സർക്കാർ തലത്തിലും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ സർക്കാർ കോടതിയുടെ തീരുമാനം കാത്തിരിക്കുകയാണ് എന്നാണ് ഇന്ന് മുൻ നിയമമന്ത്രി AK ബാലൻ പറഞ്ഞത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മന്ത്രി സജി ചെറിയാൻ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഒന്നും പറയുന്നില്ലെന്ന് മന്ത്രി ഇന്നും ആവർത്തിച്ചു. കാരണം ഇനി കൂടുതൽ ഈ വിഷയത്തിൽ സർക്കാർ വെളിപ്പെടുത്താനും നടപടി സ്വീകരിക്കാനും ഉടനെ ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് വിശദീകരിച്ചതിനപ്പുറം ഞാൻ എല്ലാം കൃത്യമായി മുഖ്യമന്ത്രി ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഈ വിഷയം വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുൻമന്ത്രി AK ബാലൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായി. ഇത് 10-ാം തീയതി കേസ് കോടതി പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും, അതിനുശേഷമാകും ഒരുപക്ഷെ സർക്കാർ ഈ നിലപാടിൽ ഒരു വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുക എന്ന് AK ബാലനും പറഞ്ഞു. കോച്ച് ഒരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാൽ റെയിലിൻ്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിന് 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇത് 3ഉം യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഇപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷന്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെന്റിന് സാധിക്കില്ല. അതായത് കോടതിയുടെ ഇടപെടൽ, പരാതിക്കാരുടെ ഇടപെടൽ, സർക്കാരിന്റെ സമീപനം, ഇന്ന് 3 കൂടി ഒരുമിച്ച് ചേർന്നാലേ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കൂ എന്നാണ് മുൻ നിയമമന്ത്രി കൂടിയായ AK ബാലന്റെ പ്രതികരണം. ഇതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സർക്കാർ കേസെടുക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. പരാതിയില്ലാതെ കേസെടുക്കുന്നതിൽ തടസ്സമില്ല എന്ന് കഴിഞ്ഞ ദിവസം കോടതി സൂചിപ്പിച്ചിരുന്നു. കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തടയുമെന്ന നിലപാടുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടെ CPM ഈ വിഷയത്തിൽ നിന്ന് ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇത് ഈ സർക്കാർ നിലപാടിൽ ഇപ്പോഴും ആശയക്കുഴപ്പവും അവ്യക്തതയുമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം കോടതി വേണമെങ്കിൽ കേസെടുക്കാമെന്ന് പറയുമ്പോഴും 10-ാം തീയതി വരെ കാത്തിരിക്കാനാണ് തൽക്കാലം സർക്കാർ തീരുമാനം. 10-ാം തീയതി കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായാൽ കേസെടുക്കണമെന്ന കൃത്യമായ നിർദ്ദേശം വന്നാൽ ഒരുപക്ഷെ അതിന് മുൻപ് പോലും കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് സാധ്യതയുണ്ട്, കൂടുതൽ പരാതികളെത്താനുള്ള സാധ്യതയുണ്ട്, ഹർജികളെത്താനുള്ള സാധ്യതയുണ്ട്. എന്താണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്? നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ആക്ഷനിലേക്ക് പോകണ്ട എന്ന് തന്നെയാണോ? രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ പൂർണ്ണമായി അങ്ങ് പറയാൻ കഴിയില്ല. അതായത് നിലവിലെ സാഹചര്യത്തിൽ പരാതി ലഭിക്കാതെ, അതായത് പോലീസിന് രേഖാമൂലം ഒരു പരാതി നൽകാൻ ആരും തന്നെ ഇതുവരെ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, കമ്മീഷന്റെ മുമ്പിലാണ് വളരെ രഹസ്യമായി, അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഈ വനിതാ താരങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആ വിവരങ്ങൾ പുറത്തു പറയാനാകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നാൽ സ്വാഭാവികമായി അത്തരത്തിലുള്ള മൊഴി നൽകിയത് ആരാണ്, കമ്മീഷന് മുമ്പിൽ, ഹേമ കമ്മീഷന് മുമ്പിൽ ഈ വിവാദമായ വെളിപ്പെടുത്തലുകൾ രഹസ്യമായി നടത്തിയത് ആരാണ് എന്ന കാര്യം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിൽ പരാതിക്കാർ
സർക്കാർ പ്രത്യക്ഷത്തിൽ പോലീസിനും പരാതിയുമായി മുമ്പോട്ട് വരാൻ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ സർക്കാർ തന്നെ തിടുക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നീക്കത്തിലേക്ക് കടന്നാൽ അതൊരു തിരിച്ചടിയാകുമോ എന്ന ആശയക്കുഴപ്പം സർക്കാർ വൃത്തങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ തരത്തിൽ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്നാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ട് കുരുക്കൾക്കിടയിലാണ് സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം അതിൽ തുടർ നടപടികൾ ഉണ്ടായാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്, ആഭ്യന്തര വകുപ്പ് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അതീവ രഹസ്യമായി ഒരു യോഗം നടന്നിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്ത എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തുടർന്നുള്ള നിയമ നടപടികൾ അതെങ്ങനെ വേണമെന്ന് ആലോചിക്കാൻ ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് അല്പസമയം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി നിയമമന്ത്രി കൂടിയായ AK ബാലനുമൊക്കെ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും താനും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മന്ത്രി സജി ചെറിയാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും കൃത്യമായി അകത്ത് കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ AK ബാലൻ പറഞ്ഞതാണ് കുറച്ചുകൂടി അതിലൊരു വ്യക്തത ഉണ്ടാക്കുന്ന കാര്യമെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നും അതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം, പരാതിക്കാരുടെ ഇടപെടൽ ഉണ്ടാകണം, അതോടൊപ്പം തന്നെ കോടതിയുടെ ഇടപെടൽ. ഇത് 3ഉം ചേരുമ്പോൾ മാത്രമേ ഇതിലൊരു നടപടി ഉണ്ടാകുകയുള്ളൂ. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു കമ്മീഷനെ നിയോഗിച്ചതിലൂടെ തന്നെ ആദ്യഘട്ടം സർക്കാർ എടുക്കേണ്ടുന്ന ഇനിഷ്യേറ്റീവ് സർക്കാർ പൂർണ്ണമായി എടുത്തിരിക്കുന്നു. ഇനി തുടർ നടപടികൾ വരേണ്ടത് പരാതിക്കാരുടെ ഭാഗത്തു നിന്നാണ് എന്ന പരോക്ഷമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആര് പരാതി നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ 51 നടിമാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. പലരും ഇവരനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് സൂചനകൾ കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലരും നമുക്ക് മനസ്സിലാകുന്ന പേര് അടക്കം ഈ അവരെ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ച ആളുകളുടെ പേരടക്കം വെച്ചിട്ടുള്ള ആ റിപ്പോർട്ടുകൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതിന്റെ ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പേരടക്കം ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുണ്ട്. ഇതേ മൊഴി ആ തരത്തിൽ കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴി അത് ഒരു പരാതിയായി ആര് പോലീസിന് നൽകും എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലരും ക്യാമറയ്ക്ക് മുന്നിൽ പലതും തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെയുള്ള നടിമാരൊക്കെ പലതും നമ്മളോടൊക്കെ സംസാരിച്ചവരുമുണ്ട്. പക്ഷെ അപ്പോഴും പോലീസിൽ ഔദ്യോഗികമായി ഒരു പരാതി നൽകുന്നത് ആരാണ് എന്നുള്ളതാണ്. അവിടെയാണ് AK ബാലൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, പരാതിക്കാരുടെ നിലപാടുണ്ടാവണം ഈ വിഷയത്തിൽ എന്നുള്ളത്. അങ്ങനെ ഒരു നടപടി ആര് സ്വീകരിക്കുമെന്നതും പ്രശ്നമാണല്ലോ. രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, അതായത് ഈ 51 നടിമാർ ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷന് മുമ്പിൽ പരാതിയുമായി എത്തി അവരുടെ തുറന്നു പറച്ചിലുകൾ, അതായത് ഉണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം, പേരടക്കം കൃത്യമായി പരാമർശിച്ച് എന്താണ് ഉണ്ടായ അനുഭവങ്ങൾ എന്നടക്കം കൃത്യമായി അവർ വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ഹേമ കമ്മീഷൻ തന്നെ, ജസ്റ്റിസ് ഹേമ തന്നെ സ്വയം ടൈപ്പ് ചെയ്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിയിലേക്ക് പരസ്യമായി അവർ രംഗത്ത് വരാൻ മുതിരാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫീൽഡിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാണ്. അങ്ങനെ ഒരു പ്രമുഖ താരത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ ദുരനുഭവം നേരിട്ടയാളുടെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന ആളുകൾക്ക് തുടർന്ന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാമോ എന്ന ഉൾഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണങ്ങൾക്ക് അവർ തയ്യാറാകാതിരിക്കുന്നത്. നിയമ നടപടികളിലേക്ക് പരസ്യമായി പോകാൻ അവരെ വിലക്കുന്ന പ്രധാനപ്പെട്ട ഘടകം തുടർന്ന് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം മൂലമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ കഴിഞ്ഞ ദിവസം സോണിയ തിലകനെ പോലെയുള്ളവർ സിനിമാ മേഖലയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സർക്കാരിന് ഈ ഒരു റിപ്പോർട്ട് കൈവശം വാങ്ങി കണ്ണും കെട്ടി നോക്കിയിരിക്കാനാവില്ല. തുടർ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരിന്റെ പ്രതിച്ഛായയെ സംബന്ധിച്ച് അത് അനിവാര്യമാണ്. 2 വർഷത്തിനപ്പുറം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളതാണ്. സ്വാഭാവികമായി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ ധന്യ രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്, മാധ്യമ പ്രവർത്തക. ധന്യ, അല്പം മുമ്പ്